പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ 8 നോമ്പിലെ 7-ാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യഥാർത്ഥ മരിയ ഭക്തി. ദൈവമാതാവിനോടുള്ള നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയാണോ അത് എന്ന് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായി അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിനെ യഥാർത്ഥ മരിയ ഭക്തി എന്ന് വിളിക്കാനാകുമോ? അമ്മയോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് മരിയ ഭക്തി. നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ല. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ നമുക്ക് നിറവേറ്റി തരുമ്പോൾ അമ്മയോട് നമുക്ക് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ അമ്മയിൽ കൂടുതൽ ആശ്രയിക്കുന്നു. അത് കാര്യം കാണാനുള്ള, സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അമ്മയിലുള്ള ആശ്രയമാണ്. അതിനെ നമുക്ക് യഥാർത്ഥ മരിയ ഭക്തി എന്ന് വിളിക്കാനാകില്ല. യഥാർത്ഥ മരിയ ഭക്തി, ശരിയായ മരിയ ഭക്തി രൂപപ്പെടണമെങ്കിൽ ശരിയായ മരിയ ദർശനം നമുക്കുണ്ടാകണം. പരിശുദ്ധ മറിയം ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അമ്മയോട് നമുക്കുണ്ടാകേണ്ട ആശ്രയവും ഭക്തിയും എപ്രകാരമുള്ളതായിരിക്കണം എന്ന് നാം അറിയുകയും ചെയ്യണം. ദൈവമാതാവായ കന്യക മറിയത്തെക്കുറിച്ച് നാം പല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥ മരിയ ഭക്തിയുടെ അടിസ്ഥാനം. ദൈവത്തിൽ ശരിയായ വിശ്വാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകും. ദൈവസ്നേഹത്തിൽ നിന്നാണല്ലോ ദൈവഭക്തി ഉരുവാകുന്നത്. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള യഥാർത്ഥ സ്നേഹം കാര്യസാധ്യത്തിനുള്ള സ്നേഹമല്ല, യഥാർത്ഥ സ്നേഹത്തിൽ നിന്നാണ് യഥാർത്ഥ മരിയ ഭക്തി രൂപപ്പെടേണ്ടത്. അതിന് അമ്മ ആരാണെന്ന് നമ്മൾ അറിയണം. അമ്മ നമുക്ക് ആശ്രയിക്കുകയും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യാനുള്ള ഒരു മാർഗമാണോ? കേവലം വ്യക്തിപരമായ ഒരു ആശ്രയം നമുക്ക് വെക്കാവുന്ന ഒരു സങ്കേതമാണോ അമ്മ? അതിലെല്ലാം ഉപരിയാണ്. പരിശുദ്ധ അമ്മയെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അമ്മയെ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ രക്ഷണീയ വ്യാപാരങ്ങളോട് ചേർത്താണ്, അതിനോട് ബന്ധിപ്പിച്ചാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയെ കൂടാതുള്ള ഒരു രക്ഷണീയ വ്യാപാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ? ദൈവപുത്രന് ജന്മം നൽകി വളർത്തി പരിപാലിച്ച് അവസാനം കുരിശോളം പുത്രനെ അനുധാവനം ചെയ്ത, പുത്രനോട് ചേർന്ന് നിന്ന ദൈവമാതാവായ പരിശുദ്ധ മറിയം, അമ്മയുടെ ജീവിതം മുഴുവനും ദൈവ തിരുമനസ്സിനോടുള്ള പരിപൂർണ വിധേയത്വം നമുക്ക് ദർശിക്കാനാകും. അത് മാലാഖയുടെ മുന്നിൽ മാത്രമല്ല, കാലിത്തൊഴുത്തിലും കുരിശിൻ ചുവട്ടിലും ഈ ആശ്രയം, ദൈവത്തിൻ്റെ തിരുഹിതത്തോടുള്ള പരിപൂർണമായ സമർപ്പണം അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അമ്മ കർത്താവിൻ്റെ എളിയ ദാസി, വിനയാന്യുതയായ ദൈവദാസി. ആരാ ഈ ദാസി എന്ന് പറഞ്ഞാൽ? ബൈബിളിൽ നമുക്ക് ദൈവത്തിൻ്റെ പാവപ്പെട്ടവരും ദൈവത്തിൻ്റെ ദാസരും ഇങ്ങനെ 2 വിഭാഗത്തിലുള്ള വ്യക്തികളെ കാണാൻ കഴിയും. ആരാണ് ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ? വിനയാന്യുതരായി എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ. ഹീബ്രുവിൽ അനാവിം യാവേ എന്ന് പറയും, ദൈവത്തിൻ്റെ പാവപ്പെട്ടവർ. എന്നാൽ ദൈവത്തിൻ്റെ ദാസരോ? ദൈവ തിരുഹിതം പരിപൂർണമായി നിറവേറ്റുന്ന, ദൈവ തിരുഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവ തിരുഹിതം നിറവേറ്റുന്നവരാണ് ദൈവത്തിൻ്റെ ദാസർ. അമ്മ ഒരേ സമയം വിനയാന്വിതയായി ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിച്ചവളാണ്,
ദൈവത്തിൻ്റെ പാവപ്പെട്ടവളാണ്, അതേസമയം ദൈവത്തിൻ്റെ വിശ്വസ്തദാസിയുമാണ്. ദൈവ തിരുമനസ്സിനോട് പരിപൂർണമായി വിധേയപ്പെട്ട് തിരുഹിതം പൂർണ്ണമായും നിറവേറ്റിയവൾ. അപ്പോൾ അമ്മയോടുള്ള നമ്മുടെ ഭക്തി നമ്മെയും ഇതുപോലെ വിനയമുള്ള ദൈവത്തിൻ്റെ ദാസരും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവത്തിൻ്റെ പാവപ്പെട്ടവരുമായി ജീവിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുവാൻ, വിനയാന്വിതരായി ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. അതുപോലെ ദൈവ തിരുഹിതം നിറവേറ്റാൻ പരിപൂർണമായി ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെട്ട് സ്വയം സമർപ്പിക്കുന്നവരായി ജീവിക്കുവാൻ അമ്മയോടുള്ള യഥാർത്ഥ സ്നേഹം ജീവിതത്തിൽ പകർത്തണം. അല്ല എങ്കിൽ മര്യഭക്തിക്ക് അടിസ്ഥാനമില്ല. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ പരിശുദ്ധ അമ്മയെ പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ജപമാല രഹസ്യങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള മംഗളവാർത്ത അറിയിക്കുന്നത് മുതലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ജപമാല രഹസ്യം ആരംഭിക്കുന്നത് സന്തോഷകരമായ രഹസ്യങ്ങൾ, അതാരംഭിക്കുന്നത് മാതാവിനോടുള്ള മംഗളവാർത്ത അറിയിക്കുന്നത് മുതലാണ്. 4 പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. സന്തോഷകരമായ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, ദുഃഖകരമായ രഹസ്യം, മഹത്വകരമായ രഹസ്യങ്ങൾ. അപ്പോൾ ഈ 4 രഹസ്യങ്ങളും ഇത് മംഗളവാർത്തയിൽ ആരംഭിച്ച് മാതാവ് ത്രിലോകരാജ്ഞിയായി ഉയർത്തപ്പെടുന്ന പദവി വരെ എത്തുകയാണ്. ഈ 4 രഹസ്യങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയും ദൈവപുത്രനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണല്ലോ ഈ രഹസ്യങ്ങൾ. യേശുവിൻ്റെയും അമ്മയുടെയും പരസ്പരമുള്ള ആ ജീവിതത്തിലെ രഹസ്യങ്ങൾ അമ്മയോട് ചേർത്താണ് നമ്മൾ ധ്യാനിക്കുന്നത്. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ദൈവമാതാവായ മറിയത്തിന് ദൈവിക പദ്ധതിയിലുള്ള സഹകരണവും ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന രഹസ്യങ്ങളും ഈ മംഗളവാർത്ത മുതലല്ല. അതിനൊരു മുൻ ചരിത്രമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഥമ സദ്വാർത്തയിൽ ആരംഭിക്കുകയാണ് മാതാവും യേശുവും തമ്മിലുള്ള ബന്ധം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന ആദി മാതാപിതാക്കളെ ശിക്ഷാവിധിക്കായി ദൈവത്തിൻ്റെ മുൻപിൽ നിർത്തുമ്പോൾ ആ ശിക്ഷാവിധിക്കിടയിലെ ഒരു രക്ഷാവാഗ്ദാനം ദൈവം നൽകുന്നുണ്ട്. അതാണ് ഉൽപ്പത്തി 3:15 കാണുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. എന്താണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും? പ്രിയമുള്ളവരെ, ഇവിടെ ആരാണ് ഈ സ്ത്രീ? പുതിയ നിയമത്തിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലുമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി അവിടുന്ന് പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമായ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചും യേശു കുരിശിൽ തൻ്റെ ജീവൻ സമർപ്പിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെയും യേശു സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഒരു പഴയ നിയമ പ്രതീകത്തിലേക്ക് നയിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആദി മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ശിക്ഷാവിധിക്കിടയിൽ അവിടുന്ന് മനുഷ്യനൊരു രക്ഷാവാഗ്ദാനം നൽകുന്നു. അതാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി
സർപ്പത്തിൻ്റെ തല തകർക്കും. ഇത് പ്രഥമ സദ്വാർത്ത എന്നാണ് ഈ വചനഭാഗത്തെ അറിയപ്പെടുന്നത്. ആരാണ് ഈ സ്ത്രീ? ഇവിടെ ദൈവജനമാണ് യഥാർത്ഥത്തിൽ സ്ത്രീ. പഴയ നിയമത്തിൽ ദൈവജനമായ ഇസ്രായേൽ വംശത്തിൽ യൂദാ ഗോത്രത്തിൽ നിന്നാണല്ലോ യേശു ജനിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവജനവും, എന്നാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ, സ്ത്രീയുടെ സന്തതി തീർച്ചയായും യേശു ക്രിസ്തുവാണ്. ആ അർത്ഥത്തിൽ ദൈവജനത്തിൻ്റെ പ്രതീകമായ മറിയത്തെയും സ്ത്രീ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം. ആ അർത്ഥത്തിലാണ് യേശു പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത്. അമ്മയോട് ആദരവോ ബഹുമാനമോ ഇല്ലാതെ അല്ല യേശു വിളിച്ചത്. പിന്നെയോ ദൈവത്താൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, ദൈവജനത്തിൻ്റെ ഉത്തമ മാതൃകയാണ്, യഥാർത്ഥ പ്രതീകമാണ് മറിയം എന്ന് കാണിക്കാൻ. ഇങ്ങനെ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ മറിയത്തെ സൂചിപ്പിക്കുന്ന പല പ്രതീകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി പഴയ നിയമത്തിൽ നിന്നുള്ള 5 പ്രധാന സംഭവങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രതീക്ഷാകരമായ രഹസ്യത്തെക്കുറിച്ച് ജപമാലയിൽ നമുക്ക് ചിന്താവിഷയമാക്കാം. അപ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, ദുഃഖകരമായ രഹസ്യം, മഹത്വകരമായ രഹസ്യങ്ങൾ, അതോടൊപ്പം പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തവളായ മറിയത്തെയും മറിയത്തോട് ബന്ധപ്പെടുത്തി യേശുവിൻ്റെ ജീവിതത്തെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ട 4 സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1, പ്രഥമ സദ്വാർത്ത. 2, ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത സംഭവം. അബ്രഹാത്തിൻ്റെ പുത്രി എന്നാണല്ലോ മറിയം അറിയപ്പെടുന്നത്. 3, ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി. ദാവീദിൻ്റെ പുത്രിയുമാണല്ലോ മറിയം. അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു എന്നാണല്ലോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറിയത്തെയും അതുപോലെ അബ്രഹാത്തിൻ്റെ പുത്രി, ദാവീദിൻ്റെ പുത്രി എന്ന് അറിയപ്പെടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി പ്രഥമ സദ്വാർത്ത, രണ്ടാമതായി അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി, 3 ദാവീദിനോട് ചെയ്ത ഉടമ്പടി, 4 ഇമ്മാനുവേൽ പ്രവചനം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഇമ്മാനുവേൽ പ്രവചനം, 5-ാമത്തെ രഹസ്യം സക്കറിയായോടുള്ള അറിയിപ്പ്. അപ്പോൾ ഈ 5 സന്ദർഭങ്ങളും രഹസ്യങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷാകരമായ രഹസ്യം രൂപപ്പെടുത്താം. നമ്മുടെ ധ്യാനത്തിനായി അമ്മയെക്കുറിച്ച് പഴയ നിയമ പ്രതീകങ്ങളിൽ കാണുന്ന സംഭവങ്ങൾ എടുത്തുകൊണ്ടാണ്. പ്രതീക്ഷാകരമായ രഹസ്യങ്ങളിൽ 1-ാമത്തെ രഹസ്യം പ്രഥമ സദ്വാർത്ത. അപ്പോൾ തീർച്ചയായും ഈ രഹസ്യം നാം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാൻ കഴിയും. സാത്താൻ്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതിയാണല്ലോ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തു. ഇവിടെ സ്ത്രീ ദൈവജനമായ ഇസ്രായേലിനെയും പുതിയ നിയമത്തിൽ സഭയെയും സൂചിപ്പിക്കുന്നു. എന്നാൽ അതേസമയം ഉത്തമ ദൈവജനമായി അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഉത്തമ മാതൃകയായ മറിയത്തിൻ്റെ സഭാത്മകമായ ആ ഐഡൻറ്റിറ്റി വളരെ വ്യക്തമായി ഇതിൽ പ്രകടമാകുന്നു. അപ്പോൾ അമ്മയോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയും, അമ്മയുടെ സന്തതിയിലൂടെ, പുത്രനിലൂടെയാണല്ലോ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞത്. കുരിശിലെ യാഗത്തിലൂടെ യഥാർത്ഥത്തിൽ സർപ്പത്തിൻ്റെ തല തകർത്തല്ലോ. പക്ഷേ അമ്മേ, ഇന്നും ദുഷ്ടത ഈ ഭൂമിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അമ്മേ, സാത്താൻ്റെ തല തകർത്ത അങ്ങയുടെ സന്തതി പുത്രൻ തമ്പുരാൻ ഇന്ന് ഞങ്ങളെയും ഈ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് അമ്മയോട് ചേർന്ന് ധ്യാനിക്കാൻ പറ്റും. 2-ാമത്തെ രഹസ്യത്തിൽ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ്. അവിടെ അബ്രഹാമിന് ദൈവം ഒരു പുത്രനെ വാഗ്ദാനം ചെയ്തു.
ദൈവം 3 വാഗ്ദാനങ്ങൾ കൊടുത്തു. ഒരു ദേശം, ഒരു ജനത, സകലർക്കും അനുഗ്രഹം. ഈ 3 കാര്യങ്ങളും നിറവേറുന്നത് ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ഒരു പുത്രൻ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട്, ഒരു പുത്രനെ നൽകുമെന്ന്. ആ പുത്രൻ യഥാർത്ഥത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഈ സംഭവം അമ്മയോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഈ പുത്രന് ജന്മം നൽകുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ചവളാണല്ലോ മറിയം. 3-ാമത്തെ രഹസ്യത്തിൽ ദാവീദിനോട് ചെയ്ത ഉടമ്പടി. 2 സാമുവേൽ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് പറയുന്നു. അവിടെ 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദ് ദൈവത്തിനൊരാലയം പണിയുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനെ അറിയിക്കുന്നതാണ് ഈ വാക്കുകൾ. നീ എനിക്കാലയം പണിയില്ല, പകരം ഞാൻ നിനക്കൊരാലയം പണിയും. ഏതാണ് ദൈവം ദാവീദിനായി പണിത ആലയം? തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നു, നീ ദിനങ്ങൾ പൂർത്തിയാക്കി പൂർവികരോട് ചേർന്ന് കഴിയുമ്പോൾ നിൻ്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉയർത്തും, അവൻ എനിക്കാലയം പണിയും. അപ്പോൾ ഇവിടെ 2 ആലയങ്ങൾ, ദൈവം ദാവീദിനായി പണിത ആലയവും ദാവീദിൻ്റെ മക്കളിലൊരുവൻ ദൈവത്തിനായി പണിത ആലയവും. ഈ 2 ആലയങ്ങൾ ഏതാണ്? 1-ാമത്തെ ആലയം, ദൈവം ദാവീദിനായി പണിത ആലയം, അത് യേശുവാണ്. യേശുവാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഫരിസേയരും നിയമജ്ഞരും കൂടെ അവനോട് ചോദിച്ചു, നീ എന്ത് അധികാരത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്? യേശു പറഞ്ഞു, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യേശു ഇത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അതുപോലെ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, സർവശക്തനും കുഞ്ഞാടുമാണ് അതിലെ ആലയം. അതായത് യേശുവാണ് ആ ആലയം. അപ്പോൾ ദൈവം ദാവീദിനായി പണിത ആലയം യേശുവാണ്. ദാവീദിന്, അതായത് ഉടമ്പടി ജനത്തിന്, നമുക്ക് വേണ്ടി പണിത ആലയമാണ് യേശു. നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തെ ആരാധിക്കുവാനുമായി ദൈവം പണിത ആലയം യേശു. നിൻ്റെ മക്കളിലൊരുവൻ എനിക്കാലയം പണിയുമെന്ന് പറഞ്ഞു. അതെന്താണ്? അത് സോളമൻ പണിത ആലയമാണോ? അല്ല. കാരണം സോളമൻ പണിത ആലയം എന്നേക്ക് നിലനിന്നില്ല. പിന്നെയോ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു ദൈവപിതാവിനു വേണ്ടി പണിത ആലയം. യേശു ക്രിസ്തു ദൈവപിതാവിനു വേണ്ടി പണിത ആലയമാണ് സഭ. അപ്പോൾ ദാവീദിനോട് ചെയ്ത ഉടമ്പടി യേശുവിനെയും യേശുവിലൂടെ ദൈവപിതാവിനു വേണ്ടി പണിത ആലയമായ സഭയെയും സൂചിപ്പിക്കുന്നു. യേശു ശരീരം ധരിച്ചത് പരിശുദ്ധ മറിയത്തിൽ നിന്നാണ്. അപ്പോൾ യേശുവിൻ്റെ മൗതിക ശരീരമായ സഭ, അതും അമ്മയുടെ ശരീരമാണ്. അതായത് നമ്മളൊക്കെ അമ്മയുടെ മക്കളാണ്. ഈ അർത്ഥത്തിൽ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിലും പരിശുദ്ധ മറിയവും യേശുവും അതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രതീകാത്മകമായി. അതുപോലെ പഴയ നിയമത്തിൽ നിഴലായി അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ പുതിയ നിയമത്തിൽ കാണുന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ. അപ്പം നമ്മൾ പഴയ നിയമത്തിലെ 3 രഹസ്യങ്ങൾ കണ്ടു. പ്രഥമ സദ്വാർത്ത, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, ദാവീദിനോട് ചെയ്ത ഉടമ്പടി. തുടർന്ന് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം, ഇമ്മാനുവേൽ പ്രവചനം, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഈ പ്രവചനവും അമ്മയിലൂടെ യേശുവിലാണ് നിറവേറിയത്. കന്യക മറിയത്തിൽ നിന്ന് ജനിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു. അപ്പോൾ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഔസേപ്പ് പിതാവിനോട്
യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കുമ്പോൾ അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ്റെ വചനം മാലാഖ ഔസേപ്പിതാവിനോട് എടുത്തു പറയുന്നുണ്ട്. തുടർന്ന് 5-ാമത്തെ രഹസ്യം, യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് സക്കറിയായോടുള്ള അറിയിപ്പ്. ഈ 5 രഹസ്യങ്ങളും പ്രതീക്ഷാകരമായ രഹസ്യമായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഞാൻ ജപമാല രഹസ്യം മുഴുവൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ഉൾക്കാഴ്ച കിട്ടിയതാണ് ഈ പഴയ നിയമത്തിലെ 5 രഹസ്യങ്ങൾ. സക്കറിയായോടുള്ള അറിയിപ്പ് പുതിയ നിയമത്തിലാണ് വരുന്നത്. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ. എന്നാൽ പ്രതീക്ഷാകരമായ രഹസ്യം കഴിഞ്ഞ് സന്തോഷകരമായ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, ദുഃഖകരമായ രഹസ്യം, മഹത്വകരമായ രഹസ്യം. മഹത്വകരമായ രഹസ്യങ്ങളിൽ ഞാൻ അല്പം ഒരു ചേഞ്ച് വരുത്തുന്നു ധ്യാനിക്കാനായി, നമ്മുടെ ധ്യാനത്തിനായിട്ട്. അവസാനത്തെ 2 രഹസ്യങ്ങൾ മാതാവിൻ്റെ സ്വർഗാരോപണവും ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കലും. അവ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട് 4-ാം രഹസ്യം, മഹത്വകരമായ രഹസ്യത്തിലെ 4-ാം രഹസ്യമാക്കി. മാതാവിൻ്റെ സ്വർഗാരോപണവും ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കലും. 5-ാം രഹസ്യം, നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനം. സഭയുടെ ആരംഭത്തിൽ നമുക്കറിയാം അമ്മ പ്രാർത്ഥിച്ച് കാത്തിരുന്നത്. അപ്പസ്തോലന്മാരോടൊപ്പം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പെന്തക്കോസ്തി ദിനത്തിൽ സഭ പരസ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പസ്തോലന്മാരോടൊപ്പം. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ അമ്മയുടെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. എന്തിന്? നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാൻ. ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ അമ്മയോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അമ്മയും യേശുവും തമ്മിലുള്ള ബന്ധം, അമ്മ യേശുവിനോടൊപ്പം രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഉൾച്ചേരുന്നത് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. ഇപ്രകാരം ധ്യാനിച്ച് ശരിയായ മരിയ ദർശനം വളർത്തിയെടുക്കുകയും അങ്ങനെ യഥാർത്ഥ മരിയ ഭക്തി രൂപപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. അമ്മയോടുള്ള നമ്മുടെ യഥാർത്ഥ ഭക്തി നമ്മൾ പ്രകടമാക്കേണ്ടത് അമ്മയുടെ മാതൃക അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ്. അമ്മ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച്, അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടാണ് യഥാർത്ഥ മരിയ ഭക്തി നാം പ്രകടമാക്കേണ്ടത്. നമുക്ക് ദൈവമാതാവിനോടൊന്ന് ചേർന്ന് ഈ 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ആയുഷ്കാലം മുഴുവനും അമ്മയോടൊത്ത് രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിൽ നിറവേറുവാൻ കാരണമാകണം. നമ്മൾ അമ്മയോടുള്ള ഭക്തി ഇപ്രകാരമാണ് പ്രകടമാക്കേണ്ടത്. അമ്മ ദൈവത്തിൻ്റെ രക്ഷണീയ വ്യാപാരത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ ഇന്ന് നമ്മിലൂടെ, സഭയിലൂടെ അമ്മ ദൈവത്തിൻ്റെ രക്ഷണീയ വ്യാപാരങ്ങളിൽ പങ്കുചേരുകയാണ്. ഈ രക്ഷാകര പ്രവർത്തനം പൂർത്തിയാക്കപ്പെടുവാൻ നമ്മൾ അമ്മയോടൊത്ത് നിരന്തരം ഈ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിക്കണം. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മ നിർമ്മലയും വിശുദ്ധയും വിശ്വസ്തദാസിയും ആയി ജീവിച്ചവളാണ്. അവൾ നിത്യകന്യകയായി ജീവിച്ചവളാണ്. അവൾ ത്രിലോകരാജ്ഞിയാണ്. നിത്യസഹായ മാതാവാണ്. അമ്മയോട് യഥാർത്ഥമായി നാം ചേർന്ന് നിൽക്കുമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും. അമ്മ കൂടെയുണ്ടെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കുമെന്ന് വിശുദ്ധ അന്തോണിയോസ് ചോദിക്കുന്നു. അമ്മ കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും നാം തളരില്ല, ഭയമറിയുകയില്ല എന്ന് വിശുദ്ധ ബെർണാഡും പറയുന്നു. അതെ, അമ്മ കൂടെയുണ്ടെങ്കിൽ നമുക്ക് വലിയ ബലമാണ്. അമ്മ നമുക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥ എന്നതിലുപരി നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ ദൈവത്തിലേക്ക് വഴികാട്ടി നയിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ദൈവം തമ്പുരാൻ തൻ്റെ തിരുഹിതം നമ്മിലൂടെ നിറവേറ്റാൻ
അമ്മയുടെ പ്രത്യേകമായ സഹായം നമുക്ക് ആവശ്യമാണ്. 8 നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ യേശു തമ്പുരാൻ്റെ 1-ാം വരവിന് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ച് ചേർന്ന് നിന്ന പരിശുദ്ധ മറിയത്തെ പോലെ യേശുവിൻ്റെ 2-ാം വരവിന് വഴിയൊരുക്കുവാൻ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ്റെ തിരുഹിതം നമ്മുടെ ജീവിതങ്ങളിലൂടെ പൂർത്തിയാകട്ടെ. അമ്മ രക്ഷണീയ വ്യാപാരത്തിൽ ദൈവത്തോട് പൂർണ്ണമായി സഹകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന്, അതിൻ്റെ യുഗാന്ത പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നതിന് നമുക്ക് ദൈവത്തോട് സഹകരിക്കാം. അതിനമ്മ നമുക്ക് മാതൃകയാണ്, വലിയ ബലം നൽകുന്നവളാണ്. അമ്മ യഥാർത്ഥത്തിൽ കാലിത്തൊഴുത്തു മുതൽ കുരിശിൻ ചുവട്ടിൽ വരെയും പുത്രനോട് ചേർന്ന് നിന്നവളാണ്. യഥാർത്ഥത്തിൽ അമ്മയെ സഹരക്ഷകയെന്ന് വിളിച്ചിട്ടില്ലെങ്കിലും അമ്മ സഹരക്ഷകയാണ്. അമ്മ നമ്മോട് പറയുകയാണ്, നമ്മളും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കുവാൻ സഹായിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ, മനുഷ്യ ചരിത്രത്തെ രക്ഷാചരിത്രമാക്കി മാറ്റാൻ നമുക്ക് ദൈവത്തോട് സഹകരിക്കാം. അമ്മ നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.